മുമ്പ് പലതവണ നമ്മുടെ തമ്പാങ്കടവ് ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും ഈ രാവിലെയുള്ള ഒരു വ്യൂ നമ്മളിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാനും അനിയത്തിയും മാമിയും കൂടിയിട്ട് തമ്പാങ്കടവ് ബീച്ചിലേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ കുറച്ച് വൈറലായിട്ടുള്ള ഓഹോ ബീച്ച്. ഇവിടെ ഇപ്പോഴല്ല കേട്ടോ തിരക്ക്, വൈകിട്ടാണ്. ഈ രാത്രി ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്, നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ഞാനും മാമിയും അനിയത്തിയും കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ യാത്ര ഒരു 6 മണിക്ക് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. രാവിലെ കുറച്ചുകൂടി നേരത്തെ വന്നാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങൾ എത്താനായിട്ട് 8 മണി കഴിഞ്ഞു. അപ്പോൾ 8 മണി സമയത്തുള്ള ഒരു കാഴ്ചയാണത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടായിരുന്ന ഒരു യാത്രയാണിത്. പക്ഷെ രാവിലെ അപ്രതീക്ഷിതമായിട്ട് ആമി നേരത്തെ എണീറ്റ് വാശി പിടിച്ചതുകൊണ്ടാണ് ആമീനും കൂടി ഈ യാത്രയിലേക്ക് കൂട്ടിയത്. ഈ നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. സേവ് ദ ഡേറ്റും പിന്നെ ബർത്ത്ഡേ അങ്ങനെ കുറേ ഫോട്ടോഷൂട്ടുകൾ അവിടെ നടന്നിരുന്നു. അതൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ ഇടയിൽ വെച്ചിട്ട് ഒരു കുതിരേനൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ആമയ്ക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വണ്ടി നിർത്തിയായിരുന്നു. അങ്ങനെ പോയിട്ടേ നമ്മൾ തമ്പാങ്കടവ് ബീച്ചിൽ നിന്ന് വാടാനപ്പള്ളിയിലുള്ള ചിലങ്ക ബീച്ച് വരെ എത്തിപ്പോയിട്ടോ. പിന്നെയാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത്. വഴിയിൽ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ കിടക്കുന്നു. പിന്നെയാണ് ഓർമ്മ വന്ന് ഇന്ന് യോഗ ഡേ ആയിരുന്നു, അതിൻ്റെ ആയിരുന്നു ഈ പരിപാടി. കുറേ നേരമായി ചായ കുടിക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ കാണുന്ന കടയിലാണ് കേട്ടോ നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയത്. ആമിക്ക് ഉറക്കം വന്നിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ചായയുടെ ഒപ്പം വെട്ടുകേക്കാണ് കേട്ടോ ഉണ്ടായിരുന്നത്. വേറൊന്നും കഴിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് ആ സമയത്ത് കഴിക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങളത് കടലിൻ്റെ അടുത്തേക്ക് പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടായിരുന്നു പോയത്. പിന്നെ ഇങ്ങനെ കാറ്റൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നടന്നു. പിന്നെ ചക്കര എനിക്ക് ജീവനുള്ള ശംഖിനൊക്കെ കൊടുന്നു തന്നു കേട്ടോ. അപ്പോൾ ഞാനത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ചതിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. പോണ വഴിക്ക് നമ്മുടെ സ്നേഹതീരം ബീച്ചാണത്. അവിടെ നമ്മൾ കയറിയില്ല, ജസ്റ്റ് വീഡിയോ